ഓം ശാന്തി. ഞാൻ പൂർണ്ണമായും ശാന്തമായിരിക്കുന്നു. മനസ്സിനെ ശരീരത്തിൻ്റെ ശ്രദ്ധയിൽ നിന്നും വേർപെടുത്തി ആന്തരിക യാത്രയിലേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ സ്വയം തന്നെ കാണുകയാണ്. ഞാൻ ഈ ശരീരമല്ല. ഞാനൊരു മിന്നിത്തിളങ്ങുന്ന ദിവ്യ ജ്യോതിബിന്ദു ആത്മാവാണ്. മസ്തക മധ്യത്തിൽ തിളങ്ങുന്ന ഒരു ജ്യോതി സ്വരൂപം. ഞാൻ ശാന്തമാണ്, ചൈതന്യമാണ്, അചഞ്ചലമാണ്. ഞാൻ ആത്മാ എൻ്റെ ഉയർന്ന സ്വരൂപത്തിൻ്റെ അനുഭവം ചെയ്യുന്നു. ഞാൻ പവിത്രാത്മാവാണ്. എൻ്റെ ഉള്ളിൽ പവിത്രതയുടെ ദിവ്യ തരംഗങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിർലിപ്തമാണ്, ദിവ്യമാണ്, നിർമ്മലമാണ്. യാതൊരു വികാരമോ വെറുപ്പോ ദൈഹിക ആകർഷണമോ ഇല്ല. ഉള്ളിൽ കേവലം ശുദ്ധതയാണ്, ആത്മീയ സ്നേഹമാണ്, നിർമ്മലമാണ്. ഞാൻ പവിത്രമാണ്. ഇപ്പോൾ ഞാൻ അനുഭവം ചെയ്യുന്നു. സങ്കല്പശക്തിയിലൂടെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഞാൻ ശിവബാബയോട് ചേർന്നിരിക്കുന്നു. ശിവബാബ പരമപാവൻ നിരാകാർ ജ്യോതിബിന്ദുവാണ്. പവിത്രതയുടെ സാഗരമാണ്. പവിത്രതയുടെ സാഗരത്തിൽ നിന്നും ദിവ്യ കിരണങ്ങൾ ആത്മാവിൽ സമാഹരിക്കപ്പെടുന്നു. ഓരോ കിരണങ്ങളും എൻ്റെ ആന്തരിക രൂപത്തെ ശുദ്ധമാക്കുന്നു. വിചാരങ്ങളെ നിർമ്മലമാക്കുന്നു. ഭാവനകളെ ശ്രേഷ്ഠമാക്കുന്നു. ഞാനിപ്പോൾ ഈ ദേഹത്തിൽ നിന്നും വേറിട്ട പവിത്രാത്മാവാണ്. എൻ്റെ ഓരോ കർമ്മത്തിലും പവിത്രതയുടെ സുഗന്ധമാണ്. സങ്കൽപ്പം, ദൃഷ്ടി, വാണിയിൽ ദിവ്യതയുണ്ട്. പവിത്രതയുടെ പ്രകാശമുണ്ട്. മനസ്സിൽ ആത്മസ്മൃതിയുണ്ട്. എൻ്റെ ദൃഷ്ടി പവിത്രമാകുന്നു, ആത്മീയമാകുന്നു. വൃത്തി ശുദ്ധവും പവിത്രവുമാണ്.
ഞാൻ അനുഭവം ചെയ്യുകയാണ്. എൻ്റെ ഉള്ളിൽ ശുദ്ധ, ശാന്ത, ദിവ്യ എനർജിയുടെ പ്രവാഹം നിറഞ്ഞിരിക്കുന്നു. ഞാൻ പവിത്ര ആത്മാവാണ്. ഞാൻ പരം പവിത്ര ബാബയുടെ മടിയിലാണ്. മനസ്സുകൊണ്ടുപോലും പവിത്രമാണ്. ഞാൻ ദേവതയായി മാറുകയാണ്. അന്തർമുഖിയായി ഞാൻ എന്നെ തന്നെ ചെക്ക് ചെയ്യുന്നു. എന്നിൽ നിന്നും എല്ലാവർക്കും ആത്മീയ സുഗന്ധം ലഭിക്കുന്നുണ്ടോ എന്ന്. എന്നെ പവിത്രമായി മാറ്റുന്നത് ബാബയാണ്. ഞാൻ പുതിയ ലോകത്തേക്ക് പോകുകയാണ്. ബാബ ജ്ഞാനസാഗരനാണ്, സ്നേഹസാഗരനാണ്. ഒരുപാട് ജന്മങ്ങളുടെയും അവസാനമായി ബാബ വീണ്ടും എന്നെ പഠിപ്പിക്കുന്നു. ഞാൻ ദേവതയായി മാറുകയാണെന്ന ലഹരിയോടെ ഇരിക്കുന്നു. അതിനുവേണ്ടി ദൈവിക ഗുണങ്ങൾ ഉണ്ടാകണം. ഞാൻ തീർത്തും താഴെ നിന്നും മുകളിലേക്ക് കയറുന്നു. മനസ്സാ വാചാ കർമ്മണ പവിത്രമായി മാറണം. സുഗന്ധമുള്ള പുഷ്പമായി മാറണം. ദേഹാഭിമാനം ദുർഗന്ധമുണ്ടാക്കുന്നു. ഞാൻ അന്തർമുഖിയായി എന്റെ യോഗ്യതയെ ചെക്ക് ചെയ്യുന്നു. എല്ലാവരിലും ജ്ഞാനത്തിന്റെ സുഗന്ധം വ്യാപിക്കുന്ന തരത്തിലുള്ള പുഷ്പമായി മാറണം. പതുക്കെ പതുക്കെ കാലചക്രം തിരിയുന്നു. ഇപ്പോൾ എനിക്ക് 16 കല സമ്പൂർണമായി മാറണം. ബാബ മനസ്സിലാക്കി തരുന്നു, ഞാൻ ബ്രഹ്മാണ്ടത്തിന്റെ അധികാരിയാണ്, പരമധാമ നിവാസിയാണ്. പിന്നീട് വിശ്വത്തിന്റെ അധികാരിയായി മാറുന്നു. നമ്മൾ പവിത്രമായി മാറുമ്പോൾ ഇവിടെ ഒരു അപവിത്രമായവർക്കും വരാൻ സാധ്യമല്ല. ഇത് പരം പവിത്രമായവരുടെ ചർച്ചയായി മാറും. നമ്മളെല്ലാവരും ചേർന്ന് സ്വർഗത്തിന്റെ കൊട്ടാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വയം ശ്രദ്ധിക്കുന്നു, എന്റെ പദവി ഭ്രഷ്ടമാകുന്ന തരത്തിലുള്ള ദൃഷ്ടിയുണ്ടാക്കില്ല. ഞാൻ സ്വയത്തെ അശരീരി ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നു. ഉയർന്നതിലും ഉയർന്ന ബാബ പഠിപ്പിച്ച് ഉയർന്നതിലും ഉയർന്നതാക്കി മാറ്റുന്നു. ഡ്രാമ അനുസരിച്ച് നമ്മൾ സ്വർഗം സ്ഥാപിക്കുന്നതിന് യോഗ്യരായി മാറുകയാണ്. ഇപ്പോൾ ബാബ യോഗ്യരാക്കി മാറ്റുന്നു. ഞാൻ എന്റെ പെരുമാറ്റം റോയലാക്കുന്നു. ബാബയുടെ കുട്ടിയായി മാറിയെങ്കിൽ പേര് പ്രശസ്തമാക്കണം. ഞാൻ പരം പവിത്രമായ ബാബയുടെ കുട്ടിയാണ്. ബാബ എന്റെ ഭാഗ്യത്തെ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. വീണ്ടും ബാബ പറയുന്നു, മന്മനാഭവ, എന്നെ ഓർമ്മിക്കൂ. ഞാൻ
പൂർണ്ണമായി സുഗന്ധമുള്ള പുഷ്പമായി മാറാനുള്ള പുരുഷാർത്ഥം ചെയ്യുകയാണ്. ദൃഷ്ടി പദവിയെ ഭ്രഷ്ടമാക്കരുത്. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. നിരാശയുടെ ചിതയിലിരിക്കുന്ന ആത്മാക്കൾക്ക് പുതുജീവൻ ദാനം നൽകുന്ന ത്രിമൂർത്തി പ്രാപ്തികളാൽ സമ്പന്നമാക്കുന്നു. സംഗമയുഗത്തിൽ എല്ലാവർക്കും എവർ ഹെൽത്തി വെൽത്തി ഹാപ്പി ആയിരിക്കാനുള്ള ത്രിമൂർത്തി വരദാനം ബാബ തന്നിരിക്കുന്നു. ഹർഷിതമുഖവും സന്തോഷവും കണ്ട് മനുഷ്യർക്ക് ജീവിക്കാനുള്ള ആഗ്രഹമുണ്ടാകുന്നു. പുതുജീവൻ ദാനം നൽകുന്നു. ഈ 3 പ്രാപ്തികളും എന്റെ ജന്മസിദ്ധ അധികാരമാണ്. ഇത് 3 ധാരണ ചെയ്യാനായി ഡബിൾ അണ്ടർലൈൻ ചെയ്യുന്നു. വേറിട്ടതും അധികാരികളുമായി മാറി കർമ്മങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് ബന്ധനമുക്ത സ്ഥിതി. ബാബ സൂചന നൽകുന്നു, ബ്രഹ്മ ബാബയ്ക്ക് സമാനം. എന്റേതെന്നതിൽ നിന്നും മുക്തമാക്കുക, അതായത് കർമാതീതമായി തീരാനുള്ള അവ്യക്ത ദിവസം ആഘോഷിക്കുകയാണ് സ്നേഹത്തിന്റെ തെളിവ്. ഓം ശാന്തി.